കാരണം രാഷ്ട്രപതിയും വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ ഒരെണ്ണം കൂടി അങ്ങോട്ടേക്ക് വരുന്നു. അതിൽ രാഷ്ട്രപതി ഉണ്ടോ എന്ന് നമുക്ക് വ്യക്തമല്ല. എങ്കിൽ കൂടി രണ്ടാമത്തെ ഹെലികോപ്റ്റർ പ്രമാടം സ്റ്റേഡിയത്തിലേക്ക് എത്തുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രണ്ടാമത്തെ ഹെലികോപ്റ്റർ പ്രമാടത്തേക്ക് എത്തുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ശബരിമല ദർശനം നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായി ഉദ്യോഗസ്ഥരെയും സുരക്ഷാ ജീവനക്കാരെയും വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്ററുകളും രാഷ്ട്രപതി വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്ററും അല്പസമയത്തിനകം തന്നെ മൂന്നും പ്രമാണത്തേക്ക് എത്തും. രണ്ടാമത്തെ ഹെലികോപ്റ്ററാണ് ഇപ്പോൾ പ്രമാണത്ത് എത്തിയിരിക്കുന്നത്. CK അഭിലാൽ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. അഭിലാൽ, രണ്ടാമത്തെ ഹെലികോപ്റ്ററും പ്രമാണത്തേക്ക് എത്തുന്നല്ലോ. മോദി രണ്ടാമത്തെ ഹെലികോപ്റ്ററാണ് ലാൻഡ് ചെയ്യുന്നത് പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപമുള്ള മൈതാനത്ത്. ഒരുപക്ഷെ ഇതിൽ തന്നെ ആവാം രാഷ്ട്രപതി ഉണ്ടാവുക എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതിൽ തന്നെയാണ് എന്ന് സംബന്ധിച്ച സന്ദേശം ലഭ്യമായാൽ ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ രാഷ്ട്രപതിയെ സ്വീകരിക്കാനായി ഹെലികോപ്റ്ററിന് അടുത്തേക്ക് എത്താനുള്ള സാധ്യതയാണുള്ളത്. അത് എത്തിയ ഹെലികോപ്റ്ററിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇതിൽ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മൂന്നാമത്തെ ഹെലികോപ്റ്റർ കൂടി ഗ്രൗണ്ടിലേക്ക് ലാൻഡ് ചെയ്യുകയാണ്. ഇതിൽ രണ്ടിലൊന്നിൽ രാഷ്ട്രപതിയുണ്ട്. ചുരുക്കത്തിൽ സന്നിധാനത്തേക്കുള്ള യാത്രയ്ക്കായി പത്തനംതിട്ടയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു എത്തിച്ചേർന്നിരിക്കുകയാണ്. 5 മിനിറ്റ് സമയത്തിനുള്ളിൽ തന്നെ വാഹന വ്യൂഹം ഇവിടെ നിന്നും സന്നിധാന മേഖലയെ ലക്ഷ്യം വെച്ച് പുറപ്പെടും. 68 കിലോമീറ്റർ ദൂരമാണ് ഈ ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപമുള്ള മൈതാനത്ത് നിന്നും പമ്പ വരെയുള്ളത്. അങ്ങനെ കണക്കെടുക്കുമ്പോൾ വനമേഖലയാണ്. അതോടൊപ്പം തന്നെ ഏറെ ഹെയർപിൻ വളവുകളുള്ള പ്രദേശമാണ്. 1.5 മണിക്കൂർ സമയം കൊണ്ട് രാഷ്ട്രപതിയും വഹിച്ചുകൊണ്ടുള്ള വാഹന വ്യൂഹം പമ്പയിൽ എത്തിച്ചേരുമെന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയും. 8:40 പുറപ്പെട്ടാൽ ഏറെക്കുറെ 10 മണി 10:10 സമയത്തോടുകൂടി രാഷ്ട്രപതിയും വഹിച്ചുകൊണ്ടുള്ള വാഹന വ്യൂഹം പമ്പയിൽ എത്തിച്ചേരും. അവിടെ പമ്പ സ്നാനത്തിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് രാഷ്ട്രപതി ഉപയോഗപ്പെടുത്തുമോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. എന്തായാലും അതിന് ആവശ്യമായ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് പമ്പ ഗണപതി കോവിൽ സന്ദർശനം നടത്തി അവിടെ ദേവസ്വം ബോർഡ് തന്നെ ഇരുമുടിക്കെട്ട് നിറയ്ക്കുന്നതിനാവശ്യമായ ക്രമീകരണങ്ങളുണ്ട്. അത് രാഷ്ട്രപതിക്ക് മാത്രമല്ല മറ്റ് ആർക്കും എത്തിച്ചേർന്നാൽ സന്നിധാനത്തേക്കുള്ള യാത്രയ്ക്ക് മുൻപായി കെട്ട് നിറയ്ക്കാൻ താല്പര്യപ്പെടുന്ന ആർക്കും വളരെ നേരത്തെ തന്നെ പമ്പ ഗണപതി കോവിൽ പരിസരത്ത് കെട്ടുനിറയ്ക്കാനുള്ള സൗകര്യമുണ്ട്. ആ സൗകര്യം തന്നെയായിരിക്കും രാഷ്ട്രപതിയും പ്രയോജനപ്പെടുത്തുക. അതിനുശേഷം പോലീസ് തയ്യാറാക്കിയിട്ടുള്ള ഗൂർഖ വാഹനം 5 ഹൈക്കോടതിയുടെ പ്രത്യേക നിർദ്ദേശാനുസരണം 5 വാഹനങ്ങൾക്ക് മാത്രമാണ് അനുമതിയുള്ളത്. അങ്ങനെ പിന്നീടുള്ള യാത്ര ഗൂർഖ വാഹനത്തിലാണ്. അങ്ങനെ മുൻ നിശ്ചയിക്കപ്പെട്ട സമയം അനുസരിച്ച് 11:50 രാഷ്ട്രപതിയെ വഹിച്ചുകൊണ്ടുള്ള വാഹന വ്യൂഹം സന്നിധാനത്തെത്തും. അങ്ങനെ സന്നിധാനത്ത് 18-ാം പടി ചവിട്ടി മേലെ തിരുമറ്റത്തേക്ക് എത്തുമ്പോൾ പൂർണ്ണ കുംഭം നൽകിയായിരിക്കും രാഷ്ട്രപതിയെ സ്വീകരിക്കുക. തന്ത്രിയായിരിക്കും പൂർണ്ണ കുംഭം നൽകി ആചാരപരമായ സ്വീകരണം നൽകുക. അതിനുശേഷം ക്ഷേത്ര ദർശനമാണ്. ഈ സമയത്ത് 10 പേർക്ക് മാത്രമാണ് സന്നിധാനത്ത് അനുമതിയുള്ളത്. അത് തന്ത്രിയും മേൽശാന്തിയും പരികർമ്മികളും മൈതാനത്തേക്ക് എത്തുന്നുണ്ടോ അഭിലാൽ? ദൃശ്യങ്ങളിൽ മൂന്നാമത്തെ ഹെലികോപ്റ്ററാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ മൈതാനത്ത് 2 ഹെലികോപ്റ്ററുകളുണ്ട്. ആദ്യം വന്ന ഹെലികോപ്റ്റർ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഇറക്കിയ ശേഷം മടങ്ങിയിട്ടുണ്ട്. 2-3 ആയി എത്തിച്ചേർന്നിരിക്കുന്ന ഹെലികോപ്റ്ററുകൾ ലാൻഡിംഗ് പൂർത്തി ആയിട്ടില്ല. ആരും പുറത്തേക്ക് വന്നിട്ടില്ല. അതിനുശേഷം അതേസമയം തന്നെ ഉദ്യോഗസ്ഥർ എയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ ചിലർ ഹെലികോപ്റ്ററിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഈ 2 ഹെലികോപ്റ്ററുകളിൽ ഒന്നിൽ രാഷ്ട്രപതിയുണ്ട്. രാഷ്ട്രപതി എത്തിയിട്ടുള്ള ഹെലികോപ്റ്റർ ഏതാണ് എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരം കൈമാറുന്ന ജില്ലാ കളക്ടർ MLA-മാരായിട്ടുള്ള പ്രബോധ് നാരായണൻ, KU ജനീഷ് കുമാർ അടക്കം പ്രധാനപ്പെട്ട ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുക. അതിനുശേഷം ഇവിടെ പൂച്ചെണ്ട് നൽകി
രാഷ്ട്രപതിയെ സ്വീകരിച്ച് പിന്നീട് വാഹനവ്യൂഹത്തിലേക്ക് ആനയിക്കും. ശേഷം വാഹനവ്യൂഹം 10 മിനിറ്റ് സമയത്തിനുള്ളിൽ തന്നെ ഇവിടെ നിന്നും പമ്പ ലക്ഷ്യമാക്കി പുറപ്പെടും. മല്ലശ്ശേരി മുക്ക്, കുമ്പഴ, മൈലപ്ര, മണ്ണാറക്കുളഞ്ഞി, പെരുന്നാട്, വടശ്ശേരിക്കര, അളാഹ, നിലയ്ക്കൽ മേഖലകൾ പിന്നിട്ട് 68 കിലോമീറ്റർ ദൂരം പിന്നിട്ടായിരിക്കും യാത്ര പമ്പയിൽ അവസാനിക്കുക. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഹെലികോപ്റ്ററിന് അടുത്തേക്ക് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും എയർഫോഴ്സിൻ്റെ പ്രതിനിധികളുമൊക്കെ തന്നെ എത്തിച്ചേരുന്നുണ്ട്. ഹെലികോപ്റ്റർ ഇറങ്ങിയ ഏതാനും ആളുകൾ നടന്ന് മുന്നോട്ട് പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സ്വീകരിക്കാനായി ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഇൻവൈറ്റീസും എത്തിയിട്ടുണ്ട്. അതിൽ MLA മാർ കോന്നി MLA KU ജനീഷ് കുമാർ, റാന്നി MLA പ്രമോദ് നാരായണൻ എന്നിവരുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന, അതായത് മൂന്നാമത് ലാൻഡ് ചെയ്ത ഹെലികോപ്റ്ററിലാണ് പ്രസിഡന്റ് ദ്രൗപദി മുർമുവും അവരുമായി ഏറ്റവും അടുത്തുള്ള ആളുകളും ഉള്ളത്. ഇപ്പോൾ ആചാരപരമായി ഉള്ള സ്വീകരണം നൽകുകയാണ്. പൂച്ചെണ്ട് നൽകി ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ MLA മാരും പ്രത്യേക ക്ഷണിതാക്കളായിട്ടുള്ള ആളുകളും ചേർന്നാണ് രാഷ്ട്രപതിയെ സ്വീകരിക്കുന്നത്.